അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുരുമുളകിട്ട ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുരുമുളകിട്ട ബീഫ് വരട്ടിയതാണ്. കുരുമുളകിട്ട ബീഫ് വരട്ടിയത് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ ഇറച്ചി മസാല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, തേങ്ങാക്കൊത്ത്, 6 പച്ചമുളക് നടുവേ കീറിയത്. ഇതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്ക് മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ബീഫിലേക്ക് മുളക് പൊടി ഇറച്ചി മസാലയൊക്കെ പരട്ടിയ സമയത്ത് ഒരു 20 ചെറിയുള്ളി തൊലി പൊളിച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി വേണം മിക്സ് ചെയ്യാൻ. ഞാനത് മിക്സ് ചെയ്ത സമയത്ത് വിട്ടുപോയി. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ ഇതൊന്ന് ചെയ്യണേ. കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന ബീഫ് നല്ലതുപോലെ നമുക്കൊന്ന് വരട്ടിയെടുക്കണം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള മുറിച്ചതും 4 പച്ചമുളക് നടുവേ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. 10 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ മതിയാവും. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇറച്ചി മസാല, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. കുരുമുളകിട്ട ബീഫ് വരട്ടിയതായതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള പൊടികളൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ട് എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കണം. അങ്ങനെ ഇത് നല്ലതുപോലെ വരട്ടി എടുക്കണം. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. കുരുമുളകിട്ട ബീഫ് വരട്ടിയത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിത് കുറേ തവണ അടച്ചു വെച്ച് ഇളക്കി കൊടുത്ത് പിന്നെയും അടച്ചു വെച്ച് അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി 1.5 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇത്രയും ആവശ്യമില്ലെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കണമെന്നില്ല. കുരുമുളകിട്ട് വരട്ടിയ ബീഫാകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി കൂടുതലുണ്ടാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ്. ഇതും ഇതിൻ്റെ മുകളിലായി ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുരുമുളകിട്ട ബീഫ് വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.